ഹലോ ഗൈസ്, ഇന്ന് റിലീസായ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. വൈശാഖാണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റർ നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ്. അപ്പൊ നേരെ പെർഫോം ചെയ്തിരിക്കുന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ മമ്മൂക്കയുണ്ട്, ബിന്ദു പണിക്കരുണ്ട്, ദിലീഷ് പോത്തനുണ്ട്, രാജ്വി ഷെട്ടി ഉണ്ട്, പിന്നെ അഞ്ജന പ്രകാശ്, അങ്ങനെ കുറച്ചധികം ആൾക്കാരാണ് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരെ സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ ഇത് തികച്ചും പേഴ്സണൽ ആണ് കേട്ടോ. എനിക്ക് സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു 50-60% ഒക്കെ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ളൂ. അല്ലാതെ ഒരു എബോ 80 എന്നൊക്കെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നല്ല എനിക്കൊരു ആവറേജ് ഫീൽ, ചുമ്മാ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് സിനിമ തോന്നിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞുതരാം. ഇതിൽ A to Z സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ കുറെ ഫൈറ്റ് സീൻസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പടം. കുറെ ഫൈറ്റ് സീൻസ് വെച്ചാൽ ഫുൾ ഓഫ് ഫൈറ്റ് സീൻസ് ആണ്. അപ്പൊ ഈ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈ സിനിമ കുറച്ച് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഫുൾ കിൻഡൽ ഇടി പരിപാടിയാണ്. പക്ഷെ ഈ കിൻഡൽ ഇടി എന്ന് പറയുമ്പോഴും നമ്മുടെ പെപ്പ ഇടിക്കുന്ന മറ്റേ നമ്മുടെ ആവേശത്തിൽ അമ്പാനൊക്കെ ഇടിക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീൽ ഇല്ലേ, ആ ഒരു കിൻഡലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഒരു ഇടിപ്പടം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിനെ മാറ്റി നിർത്താം. ആക്ഷൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് മിഥുൻ മാനുവലിന്റെ മിഥുൻ മാനുവലിന്റെ സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും ഇതിനകത്തില്ല. ഏതോ ഒരു പുതിയ റൈറ്ററിന്റെ ഒരു പടം പോലെയൊക്കെ ലൈക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ പുള്ളിയുടെ പ്രീവിയസ് സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു വലിയ ടാലന്റോ അല്ലെങ്കിൽ വലിയൊരു പരിപാടിയൊന്നും ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഡയറക്ഷൻ വൈസ് ചെയ്തും അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാതെ എന്താ പറയുക, നമുക്കൊരു 100% സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പോർഷനിൽ വന്നൊരു സ്കോർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതർവൈസ് ബാക്കിയുള്ളതെല്ലാം മറ്റേ ബൂം മറ്റേ വണ്ടിയിൽ ആക്സിലേറ്റർ ഇട്ട് എരപ്പിക്കുന്ന കുറെ സൗണ്ട്സും സത്യം പറഞ്ഞാൽ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് പോലെ ഫീൽ ചെയ്തു. ആ സൗണ്ട് ഇങ്ങനെ നമ്മളങ്ങ് ബാക്കിയുള്ളതൊന്നും കേൾക്കാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങ് ഇറിറ്റേറ്റിംഗ് പോലെയാണ് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നെഗറ്റീവ്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്. അപ്പം പിന്നെ ഇനി എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് മമ്മൂക്ക, ഒന്ന് രാജ്വി ഷെട്ടിയുടെ കാര്യമാണ്. മമ്മൂക്കയുടെ കാര്യത്തിൽ ഓൾവേസ് മമ്മൂക്കയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും മോശം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ സെക്കൻഡ് വൺ രാജ്വി ഷെട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഇതിന് മുമ്പ് കണ്ട സിനിമകളിലെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞാൻ കുറേം കൂടെ പുള്ളിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിയുടെ കുറവൊന്നുമല്ല, പുള്ളിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പുള്ളിയുടേതായിട്ടുള്ള ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാര്യം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പുള്ളിയെ അറിയാവുന്നവർക്ക് അറിയാം, അതൊന്നും ഇടാനുള്ള ഒരു സ്പേസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ മൊത്തത്തിൽ എന്താണ് സിനിമ, എന്താണ് എന്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആവറേജ് സിനിമ നമുക്ക് വേണമെങ്കിൽ തിയേറ്ററിൽ പോയി ഒന്ന് ട്രൈ ചെയ്യാം. അതർവൈസ് അതിനകത്ത് വേറെ മെറിറ്റ്സ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. തികച്ചും നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.